നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരാൻ എയർ ഇന്ത്യ ഓപ്പറേഷൻ ഗംഗ എന്ന പേരിൽ രക്ഷാദൌത്യം തുടരുകയാണ്. രക്ഷാദൌത്യത്തിന്റെ ഭാഗമാകാൻ ഇനി സ്പൈസ് ജെറ്റും സഹകരിക്കും. യുക്രൈനിൽ നിന്ന് ഹംഗറിയിലെ ബുഡാപെസ്റ്റിലെത്തിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ സ്പൈസ് ജെറ്റ് പ്രത്യേക സർവീസുകൾ നടത്തും. സ്പൈസ് ജെറ്റിന്റെ ബോയിംഗ് 737 മാക്സ് വിമാനമാണ് ബുഡാപെസ്റ്റിലേക്ക് പോകുന്നത്. ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരാൻ കൂടുതൽ സർവീസ് നടത്താനും സ്പൈസ് ജെറ്റ് ആലോചിക്കുന്നുണ്ട്. അതേസമയം എയർ ഇന്ത്യയുടെ പ്രത്യേക സർവീസ് വഴി ഒഴിപ്പിക്കൽ ദൌത്യം തുടരുകയാണ്. ഇതുവരെ യുക്രൈനിൽ നിന്നുള്ള ഇന്ത്യക്കാരുമായി 5 വിമാനങ്ങളാണ് രാജ്യത്ത് എത്തിയിട്ടുള്ളത്. 1396 വിദ്യാർത്ഥികൾ ഇതുവരെ തിരിച്ചെത്തിയതായി ഇന്ത്യൻ രക്ഷാദൌത്യം ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായുള്ള 6ാമത്തെ വിമാനവും ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു. ബുഡാപെസ്റ്റിൽ നിന്നുള്ള വിമാനമാണ് ഡൽഹിയിലെത്തിയത്. 36 മലയാളികൾ ഉൾപ്പെടെ 240 ഇന്ത്യക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇതോടെ 1396 പേർ യുക്രൈനിൽ നിന്ന് രാജ്യത്ത് സുരക്ഷിതരായി മടങ്ങിയെത്തി. യുക്രൈൻ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി റൊമേനിയയിലെ ബുക്കാറസ്റ്റിൽ നിന്നുള്ള 5ാം വിമാനം ഇന്ന് രാവിലെ ഡൽഹിയിൽ എത്തിയിരുന്നു. 249 പേരെ വഹിച്ചുകൊണ്ടുള്ള വിമാനമാണ് ഡൽഹിയിൽ ഇറങ്ങിയത്. 12 മലയാളികളാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. തെക്കൻ യുക്രൈനിൽ നിന്നുള്ള ഇന്ത്യക്കാർക്ക് മോൾഡാവ വഴി നാട്ടിലെത്താം എന്ന കണക്കുകൂട്ടലിലാണ് വിദേശകാര്യ മന്ത്രാലയം. വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ മോൾഡാവൻ വിദേശകാര്യ മന്ത്രിയുമായി സംസാരിച്ചു. പോളണ്ട് അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നീങ്ങിത്തുടങ്ങി. 50 നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പോളണ്ടിലേക്ക് പ്രവേശനം അനുവദിച്ചു. കൂടുതൽ പേർ എത്തുന്നതനുസരിച്ച് പോളണ്ടിലേക്ക് വിമാനം അയക്കും. എയർ ഇന്ത്യയ്ക്കൊപ്പം ഇൻഡിഗോയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കും. റുമേനിയ, ഹംഗറി എന്നീ രാജ്യങ്ങൾ വഴി 907 പേരാണ് എത്തിയത്. സ്ലോവാക്യയിൽ കാലതാമസം നേരിടുന്നുണ്ട്. കിയവ് ഉൾപ്പെടെയുള്ള 3 നഗരങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയതിനാൽ പുറത്തിറങ്ങരുതെന്നും റെയിൽവേ സ്റ്റേഷനിലേക്കടക്കം യാത്ര ഒഴിവാക്കണമെന്നും എംബസി അറിയിച്ചിരുന്നു. അതേസമയം യുക്രൈനിൽ കുടുങ്ങിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരുന്നതിനായുള്ള ഏകോപനം നടത്തുന്നതിന് കേന്ദ്രമന്ത്രിമാർ നേരിട്ട് ഇടപെടുകയാണ്. കേന്ദ്രമന്ത്രിമാരായ ഹർദീപ് സിംഗ് പുരി, ജ്യോതിരാദിത്യ സിന്ധ്യ, കിരൺ റിജ്ജു, വിജയ് സിംഗ് എന്നിവരാണ് യുക്രൈനുമായി അതിർത്തി പങ്കിടുന്ന 4 രാജ്യങ്ങളിലേക്ക് പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഇക്കാര്യങ്ങളിൽ തീരുമാനമായത്. അതിർത്തിയിൽ ഇനിയും 3000-ഓളം പേർ കുടുങ്ങിക്കിടക്കുകയാണ്. കീവിലുള്ളവരോട് ട്രെയിനുകളിൽ പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് പോകാൻ എംബസി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അവർക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും കുടുങ്ങിക്കിടക്കുന്ന ബാക്കിയുള്ളവരെയും എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ എത്തിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.